ബാംഗ്ലൂരിൽ മലയാളി നഴ്സിംഗ് വിദ്യാർത്ഥിയെ ഹോസ്റ്റൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. അരുവിക്കര സ്വദേശി ആദിത്യനാണ് മരിച്ചത്. ബാംഗ്ലൂർ ബീറ്റിൽ സ്കൂൾ ഓഫ് നഴ്സിംഗിലെ 2ാം വർഷ BSc നഴ്സിംഗ് വിദ്യാർത്ഥിയായിരുന്നു. സ്വാതന്ത്ര്യ സാജു വിവരങ്ങളുമായി. സ്വാതന്ത്ര്യ, ഇപ്പോൾ തിരുവനന്തപുരം അരുവിക്കര സ്വദേശിയായ വിദ്യാർത്ഥിയാണ് ബാംഗ്ലൂരിൽ തൂങ്ങി മരിച്ചിരിക്കുന്നത്. എന്താണ് അറിയാനായിരിക്കുന്നത്? സ്മൃതി, അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങൾ കെട്ടടങ്ങും മുമ്പാണ് ക്യാമ്പസിൽ മറ്റൊരു ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുന്നു എന്നുള്ള വിവരം ഇപ്പോൾ പുറത്തുവരുന്നത്. ഈ സംഭവം നടന്നിരിക്കുന്നത് ബാംഗ്ലൂരിലാണ്. ബാംഗ്ലൂരിലെ BTL നഴ്സിംഗ് കോളേജിലാണ് തിരുവനന്തപുരം അരുവിക്കര സ്വദേശിയായ 19 വയസ്സുകാരൻ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ആദിത്യൻ എന്നാണ് കുട്ടിയുടെ പേര്. 19 വയസ്സുകാരനാണ്. ഇന്നലെയാണ് ഹോസ്റ്റൽ മുറിയിൽ 2 ഹോസ്റ്റലുകളാണ് ഈ നഴ്സിംഗ് കോളേജിനുള്ളത് എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അതിൽ ഒരു ഹോസ്റ്റൽ മുറിയിലാണ് ഈ കുട്ടിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. 4 പേരാണ് ഈ ഹോസ്റ്റൽ മുറിയിൽ താമസിച്ചിരുന്നത്. മറ്റ് 3 പേരും കോളേജിൽ പോയി തിരിച്ചു വന്ന സമയത്താണ് ഈ കുട്ടി തൂങ്ങി മരിച്ച നിലയിൽ കാണുകയായിരുന്നു. ഉടൻ തന്നെ കോളേജ് ഹോസ്റ്റൽ അധികൃതരെ വിവരം അറിയിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവർ വീട്ടിലും വിവരം അറിയിക്കുകയായിരുന്നു. അച്ഛനും അതുപോലെ തന്നെ 2 ബന്ധുക്കളും അടങ്ങുന്ന സംഘം ഇപ്പോൾ എന്തായാലും ബാംഗ്ലൂരിൽ എത്തിയിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികളും അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികളും ഒക്കെ അവിടെ ബാംഗ്ലൂരിൽ പുരോഗമിച്ചു വരികയാണ്. അതിനുശേഷം മാത്രമേ ഈ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയുള്ളൂ. ഏതെങ്കിലും തരത്തിലുള്ള ദുരൂഹത ഈ മരണത്തിൽ ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ ഈ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം വരേണ്ടതുണ്ട്. ബന്ധുക്കൾക്കും കൃത്യമായി എന്താണ് നടന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. കാരണം ഇന്നലെ ഉച്ചതിരിഞ്ഞാണ് അവർക്ക് ഇത്തരത്തിലൊരു അപകടമുണ്ടായി ബാംഗ്ലൂരിലേക്ക് വരണം എന്നൊരു വിവരം ബന്ധുക്കൾക്ക് ലഭിക്കുന്നത്. അങ്ങനെയാണ് അവർ ബാംഗ്ലൂരിലേക്ക് എത്തിയത്. അവിടെ എത്തിയപ്പോഴാണ് ആദിത്യന്റെ മരണം സംഭവിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം പോലും അച്ഛനടക്കമുള്ള ആളുകൾ അറിയുന്നത് എന്നുള്ള കാര്യമാണ് നമുക്കിപ്പോൾ എന്തായാലും മനസ്സിലാക്കുവാൻ വേണ്ടി സാധിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ മറ്റ് നടപടിക്രമങ്ങളൊക്കെ കഴിഞ്ഞാൽ മാത്രമേ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആരോപണം കുടുംബത്തിനുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മരണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ദുരൂഹതകൾ ഉണ്ടോ എന്നൊക്കെ എന്തായാലും അറിയുവാൻ സാധിക്കുകയുള്ളൂ. സ്മൃതി, ശരി. സാന്ത്വന സാജുവാണ് വിവരങ്ങൾ നൽകിയത്.